ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീണ്ടും ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. നെസ്റ്റോയിൽ രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുള്ള ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. സൺഡേ അല്ലേ, പുറത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ 50% ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും ആദ്യം പോയത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്കാണ്. ചില ഭാഗങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെത്തി. അവിടെ കൂടുതൽ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാത്തിനും ഒടുക്കത്തെ വിലയായിരുന്നു. ഈ കുട്ടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ലൊരു ക്യൂട്ട് തീമിലായിരുന്നു ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ സ്കേർട്ട്സ് നോക്കി. നല്ല പുതിയ പുതിയ വെറൈറ്റി മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാതും നോക്കി. പിന്നെ ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള മിനി പൗച്ച് ബാഗ്സ് എന്നൊക്കെ പറയാം, അതേപോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതും നോക്കി. മണി സേവിങ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഇതേപോലത്തെ കുട്ടി പൗച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ജ്വല്ലറി സെക്ഷനാണ്. അവിടെയും ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ബോസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും 50 അബവ് റേറ്റിലായിരുന്നു കേട്ടോ ഹെയർ ബോസൊക്കെ. പലതരം ഉണ്ടായിരുന്നു. റോസ് ഗോൾഡ് ഉണ്ട്, ചോക്കർ പീസ് ഉണ്ട്, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ കൂളിംഗ് ഗ്ലാസിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും നോക്കിയില്ല. ഞങ്ങൾ വീണ്ടും ഡ്രസ്സിൻ്റെ അവിടേക്ക് പോയി. കുഞ്ഞു കുട്ടികൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള വിൻ്ററിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ടുള്ള കുറേ ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാതും കാണാനായിട്ട്. പിന്നെ പോയത് ജീൻസിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അവിടെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. റോസ് എനിക്ക് നല്ല ഇഷ്ടമായി. റോസ്, ബ്ലൂ, അങ്ങനത്തെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഷർട്ട്സിൻ്റെ അവിടേക്ക് പോയി. അവിടെയും നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നല്ല പേസ്റ്റൽ കളേഴ്സൊക്കെ ഉള്ള ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ നോക്കി. എല്ലാത്തിനും 1000 അബവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. ഇതിന് വെറും 400 രൂപയുള്ളൂ. ഈ ഒരു പാൻറ്റും കിട്ടും, ടോപ്പും കിട്ടും. പിന്നെ ബാഗി ജീൻസിൻ്റെ അവിടേക്ക് നോക്കി. ഞങ്ങളങ്ങനെ കറങ്ങി ഈ ഒരു മോഡലിൻ്റെ അവിടേക്ക് പോയി. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണിത്. അതിൻ്റെ അടിയിൽ കിടക്കുന്നത് സെറ്റാണ് കേട്ടോ. പിന്നെ കുറേ ക്യൂട്ട് മിറേഴ്സ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ ഒരു അടിയിൽ കിടക്കുന്ന ബട്ടർഫ്ലൈയുടെ ഉണ്ടല്ലോ, മിറേഴ്സിന് എല്ലാത്തിനും 100 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് നോക്കി. പിന്നെ കുറേ സ്ക്രഞ്ചീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ക്രഞ്ചീസ് എടുത്തു. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 29 രൂപയാണ്. അപ്പോൾ ഈ ഒരു 2 സ്ക്രഞ്ചീസ് എടുത്തു. പിന്നെ ഇയറിങ്സിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഒരെണ്ണയ്ക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു. അങ്ങനെ കുറേ ഷോപ്പിംഗ് കഴിഞ്ഞു. ചപ്പൽസിൻ്റെ അവിടേക്ക് പോയപ്പോൾ അവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റായിരുന്നു. ക്രോക്സിനൊക്കെ 400 സംതിങ് ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റി ന്യൂ മോഡൽ ചപ്പൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഞങ്ങൾ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ പോയപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. എല്ലാത്തിനും നല്ല വിലയുണ്ടായിരുന്നു. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇറങ്ങി. അവിടെയായിരുന്നു മേക്കപ്പിൻ്റെ പ്രോഡക്ട്സൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ലാക്മിയുടെ പിന്നെന്താ അങ്ങനത്തെ കുറേ ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക്കിൻ്റെ പല ഷെയ്ഡുകളുള്ളത് ഉണ്ടായിരുന്നു. ന്യൂഡ് ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ന്യൂഡ് ഷെയ്ഡൊക്കെ ഇഷ്ടമായി. ഫൗണ്ടേഷനും ലാക്മിയുടെ തന്നെ കാജലും അങ്ങനത്തെ അടിപൊളി ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ സോപ്പിൻ്റെ അവിടെ നോക്കി. സാഫ്രോണിൻ്റെ സോപ്പ് നോക്കി. ഈ ഒരു ഹെയർ ബ്രഷ് എടുത്തു. ഡയമണ്ട് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ന്യൂ വേർഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല വിലയായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അവിടേക്ക് പോയി. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. കുറേ ഫ്രൂട്ടീസും വെജിറ്റബിൾസൊക്കെ നോക്കി. ക്യാരറ്റ് എടുത്തു. ജാക്ക് ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു 99 റുപ്പീസിന്. മാംഗോ, ബ്രിഞ്ചാൾ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അവിടേക്ക് പോയി. അവിടെ ഓരോ പാക്കറ്റിന് 100 അബവ് ആയിരുന്നു. അങ്ങനെ കുറേ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. മിക്സ്ഡ് ആണ് കേട്ടോ, എല്ലാ ഫ്രൂട്ട്സും മിക്സ്ഡ് ആണ്. ഞങ്ങളത് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തു. ഇതേപോലത്തെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ നോക്കി അതിലൊരെണ്ണം എടുത്തു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ.